നമ്മള് ഞങ്ങൾ 11 മണിന്റെ ഷോ ആണ് പോകുന്നത്. ഞങ്ങൾ ഫിലിം കണ്ടിട്ട് കറക്റ്റ് റിവ്യൂ അതിന്റെ കൂടി കാണിക്കൂട്ടെ. ഫിലിം കണ്ടിട്ട് ഞങ്ങള് കറക്റ്റ് റിവ്യൂ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ മമ്മൂട്ടിയുടെ വില്ലനിസം എങ്ങനെ ഉണ്ടെന്ന് കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ബാക്കി ഫിലിം കണ്ടിട്ട് ഞങ്ങൾ കറക്റ്റ് പറഞ്ഞുതരാം. കുറച്ച് വൈകിട്ടുണ്ട്. അപ്പൊ എങ്ങനെ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, അങ്ങനെ ഞങ്ങള് ഇന്നത്തെ റിലീസായ ഫസ്റ്റ് ദിവസം തന്നെ അന്നത്തെ ലാസ്റ്റ് ഷോ ആണ് പോയി കണ്ടത്. ഓക്കെ, 11 മണിന്റെ ഷോ ആണ് പോയി കണ്ടത്. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ഒരു പേഴ്സണൽ ഒരു അഭിപ്രായമാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. അതായത് പുറത്ത് പറയുന്ന അത്ര വലിയ ഹൈപ്പൊന്നുമില്ല. സത്യത്തിൽ പറയുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ ഇങ്ങനത്തെ ഒരു പടം ഞാൻ കണ്ടിട്ടേ ഇല്ല എന്റെ ജീവിതത്തിൽ. അങ്ങനത്തെ ഒരു പടം പേഴ്സണലി എനിക്ക് മൂപ്പരെ പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മൂപ്പരെ ഇങ്ങനത്തെ ഒരു പടം ഞാൻ കണ്ടിട്ടില്ല. മൂപ്പരൊരു വില്ലനിസം, മൂപ്പരൊരു വില്ലനായിട്ട് അതിഗംഭീരായിട്ട് അടിപൊളിയായിട്ട് വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ ചില ഭാഗത്തെ ക്യാരക്ടറൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്കൊരു വെറുപ്പ് തോന്നുന്നു, എനിക്കൊരു ദേഷ്യം തോന്നുന്നു. എന്താണെങ്കിൽ ലാസ്റ്റ് ക്ലൈമാക്സിൽ വിനായകൻ ആദാണ്ട് ചെയ്തപ്പോഴാണ് സമാധാനമായി. പക്ഷെ മൂപ്പരൊരു ഇഷ്ടം അങ്ങനെ വരെ പാടിക്കലേ കട്ട് ചെയ്യാം. വെറുപ്പ് തോന്നാ അത്ര ഭയങ്കര ക്ലൈമാക്സ്. ഇതിൽ എടുത്ത് പറയേണ്ട സംഭവം എന്താന്ന് വെച്ചാൽ ഹാഫ് ടൈമില് കൊണ്ടെത്തിക്കുന്ന ഒരു പഞ്ച്. അതായത് ചിലപ്പോ എനിക്ക് ആ ഹാഫ് ടൈമിന് മുമ്പ് ചില ഭാഗത്തൊക്കെ ഇങ്ങനെ ചെറിയൊരു എന്താ പറയാ തോന്നി. അപ്പൊ ഹാഫ് ടൈമിൽ അവിടെ ഇങ്ങനെ എത്തിച്ചപ്പോ മോളെ കിടക്കച്ചില്ലേ അടിപൊളി സംഭവമാക്കി കൊണ്ടുവച്ച്. ഹാഫ് ടൈം കഴിഞ്ഞ് സെക്കൻഡ് ഹാഫൊക്കെ നമ്മളെത്തി. സെക്കൻഡ് ഹാഫില് അത് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ചെയ്തിരുന്നു അല്ലേ. പക്ഷെ ക്ലൈമാക്സ് പൊളി പൊളിയല്ലേ? ക്ലൈമാക്സ് അടിപൊളിയല്ലേ? പിന്നെ ഇതിൽ പറയേണ്ടത് ഇതന്നെ, ഇപ്പോൾ ഭയങ്കര ആക്ഷന്റെ ആള്. പക്ഷെ ഡയറക്ടഡ് ബൈ ജിതിൻ കെ ജോസ് അങ്ങനെ തോന്നുന്നുണ്ട്. മൂപ്പര് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ മമ്മൂട്ടിന്റെ അഭിനയം, വിനായകന്റെ അഭിനയം എടുത്തു പറയേണ്ട ആവശ്യമില്ല. അതാണ് പറയുന്നത് നമ്മളെ കളിയാക്കും അല്ലേ. അതാണ്. പക്ഷെ ഓലൊരു ആ ഒരു ക്യാരക്ടർ മൂപ്പര് ക്യാരക്ടർ മാറി ചെയ്ത അല്ലെ, ഒരു വില്ലനായിട്ട് ചെയ്തൊരു അഭിനയം നോക്കിയാ ഓരോ പിന്നെ സമയത്തും ആ മുഖത്ത് വരുന്ന ഒരു ഭാവമാറ്റം, ആ സിഗരറ്റ് ഒക്കെ കടിച്ച് സിഗരറ്റ് മേലുള്ള പല ഐറ്റംസ്, അതായത് സിഗരറ്റ് ഒക്കെ കടിച്ചിട്ട് ഇങ്ങനെ കഷ്ണം മുറിച്ചിട്ട് അത് വായിലിട്ടിട്ട് അങ്ങനത്തെ ഓരോ ആ സംഭവങ്ങളൊക്കെ ദമ്മാണ് എന്നാ ഉദ്ദേശിച്ചത്. ദമ്മാണ് ഒക്കെ അങ്ങനത്തെ കുറെ ഐറ്റംസുകൾ. ഫിലിമിനോ അതില് പറയണോ? 10 ഞാനൊരു 7.5 അങ്ങനെയൊക്കെ കൊടുക്കാം. അയ്യോ അത്രയാണല്ലേ? സത്യസന്ധമായിട്ട് പറയണെങ്കിൽ അത്രയാണ്. പക്ഷെ എനിക്ക് ചെറിയ ഇപ്പൊ നമ്മളെ ഫസ്റ്റ് ദിവസമൊക്കെ റിവ്യൂ ചെയ്യുമ്പോ ഫാൻ ഷോ ആയിരിക്കും. അപ്പൊ അവര് നല്ല ഹൈപ്പായിട്ടാണ് പറയാ. എന്നാലും കുഴപ്പമില്ല, നല്ല പടമാണ്, പോയി കണ്ടിരിക്കുക. തിയേറ്റർ വാച്ചാണ് കേട്ടോ. അതെ, നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആ സംഭവം അല്ലേ. അത് നമുക്ക് എങ്ങനെയായാലും ഒരു തിയേറ്ററിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുള്ളൂ. അത് സംഭവം ശരിയല്ലേ? നമുക്ക് ഫോണിൽ കണ്ടാണ്ടോ പാട്ടുകളൊക്കെ സെറ്റാണ്. അതായത് ക്ലൈമാക്സ് അടിപൊളിയാട്ടോ. ക്ലൈമാക്സ് ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല ക്ലൈമാക്സ്. ഞാൻ ക്ലൈമാക്സ് അങ്ങനെ ഒന്നല്ല ഇനി ചിന്തിച്ചിനി. ഞാൻ ക്ലൈമാക്സിൽ എന്താ വിചാരിച്ചിനി അറിയോ? ഞാൻ വിചാരിക്കാത്തൊരു സംഭവത്തേക്കാണ് സിനിമ കൊണ്ടെത്തിച്ചത്. ഏതായാലും ടോട്ടലി ഫിലിം അടിപൊളിയുടെ ഗൈസ്. അപ്പൊ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഫിലിമിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ അഭിപ്രായമാണ്. പലർക്കും പല അഭിപ്രായമായിരിക്കും, ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഹൈപ്പായിട്ട് ഞങ്ങൾ പറയുന്നില്ല, മോശമായിട്ടും പറയുന്നില്ല. നോർമലി കാണാം, തിയേറ്ററിൽ പോയി കാണാം. അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ട് ഒരു പടമാണ്. ഓക്കെ, ക്യാഷ് പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഗൈസ് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി ഞങ്ങൾ അടുത്തൊരു ഫിലിമിന്റെ റിവ്യൂ പറയാൻ ഉദ്ദേശിക്കുന്ന ബബ്ബാണ്. അവിടുത്തെ ഇറങ്ങിയപ്പോ ദിലീപിന്റെ ആ പോസ്റ്റർ കണ്ടിട്ട് അടുത്ത ഫിലിമൊക്കെ ബബ്ബാണ് പറഞ്ഞില്ലേ? അതാണ് ബബ്ബാണ് ഇതിന്റെ പേര്. ഓക്കെ, അപ്പൊ ഗൈസ്, അപ്പൊ ബൈ.
രാത്രി 2 മണിയായി, ഇനി പോയി കിടന്നുറങ്ങട്ടെ. കിടന്നുറങ്ങാതെ വീട്ടിലെത്തണം.